മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി പരിപാടി തുടങ്ങും. 5 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സംഗീത പരിപാടി അവിടെ പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്കൊപ്പം പ്രസാദിനൊപ്പം തന്നെ റഹീസ് റഷീദും റോഷിപാലും ഒക്കെ തയ്യാറായി നിൽക്കുകയാണ്. റഹീസ് റഷീദ്, ഗുഡ് ഈവനിങ്. നമ്മൾ കാത്തിരുന്നത് താരങ്ങളെ കൂടിയാണ്. അതായത് മമ്മൂക്കയും മോഹൻലാലും അതോടൊപ്പം കമൽഹാസനും ഒക്കെ ഒന്നിച്ചൊരു വേദിയിൽ ഈ നവകേരളം പുതിയൊരു നേട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അതാണ് സർക്കാർ ഇതുവരെ പങ്കുവച്ചത്. മോഹൻലാൽ നേരത്തെ തന്നെ എത്തില്ല എന്നുള്ളതും ദുബായിൽ മറ്റൊരു പരിപാടിയിലാണെന്നുള്ളതും അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രണ്ടുപേരുടെ അസാന്നിധ്യം, അതേക്കുറിച്ച് സർക്കാർ എന്താണ് പറയുന്നത്, മോഹൻലാലിന്റെയും കമൽഹാസന്റെയും? ഗുഡ് ഈവനിങ് സുജയ പറഞ്ഞതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ 2023 നവകേരള സദസ്സിൻ്റെ ഉദ്ഘാടന സമയത്ത് അവർ മൂന്നും ഇവിടെ വന്നതാണ്. അതുപോലെ തന്നെ ഒരു ആളുകൾ ഇവിടെ വരുന്ന ആളുകൾ, കൂടുതൽ ആളുകളും ഈ പദ്ധതിയുടെ ഭാഗമായി ഇതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചെത്തുന്നവർക്കൊപ്പം ഈ 3 മഹാനടന്മാരെ കൂടി കാണാൻ പറ്റും എന്ന് പ്രതീക്ഷയാണ് വന്നത്. പക്ഷേ മമ്മൂട്ടി മാത്രമാണ് ഉണ്ടാവുക. സർക്കാർ ഔദ്യോഗികമായി നമ്മൾ അറിയിക്കുന്നത് ചില വ്യക്തിപരമായ തിരക്കുകൾ കാരണം ഇന്നെത്താൻ പറ്റില്ല എന്ന് മോഹൻലാലും ഒപ്പം കമൽഹാസനും അറിയിച്ചിരുന്നു എന്നതാണ്. അത് തന്നെയാണോ? കാരണം രാഷ്ട്രീയമായ ചില ആവശ്യങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന്, ആശാ സമരം നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ്, ഇതിൻ്റെ ഭാഗമായി മഹാനടന്മാരൊന്നും പങ്കെടുക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കില്ല ഇന്നവർ വിട്ടു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മോഹൻലാലിനെ പോലെ കമൽഹാസനെ പോലുള്ള ആളുകൾ പരിപാടി നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ മാത്രമാണോ വിട്ടു നിൽക്കുക എന്ന് സർക്കാരിനെ അറിയിക്കുക എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ അവർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടാവാം, പക്ഷേ സർക്കാർ അത് പുറത്തുവിടാതിരുന്നതാവാനാണ് സാധ്യത. സുജയ, അതെ, അവർ നേരത്തെ അറിയിക്കുകയും അക്കാര്യം കൂടുതൽ ആളുകൾ, താരങ്ങൾ കൂടി വരുമ്പോൾ ആ താരങ്ങളെ കാണാനുള്ള ആളുകൾ കൂടി പരിപാടിയിലേക്ക് എത്തുമല്ലോ. സ്വാഭാവികമായും അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ, അതും സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. നേരത്തെ തന്നെ അസൗകര്യങ്ങൾ ഈ രണ്ടുപേരും അറിയിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. നമുക്ക് റോഷിപാലിലേക്ക് വന്നാൽ, ഗുഡ് ഈവനിങ് റോഷിപാൽ. പ്രതിപക്ഷം വരുന്നില്ല, ക്ഷണിച്ചാലും വരില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ നിയമസഭാ സമ്മേളനത്തിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഇപ്പോഴും തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണോ? വിവാദം തുടരുകയാണോ? സുജയ, പ്രതിപക്ഷം ഈ കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ്. കാരണം ഈ അതിദാരിദ്ര്യമുക്തമല്ല കേരളം എന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. കാരണം സർക്കാർ ഇപ്പോൾ നടത്തുന്നത് പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണ്. സംസ്ഥാനത്ത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി തെരഞ്ഞെടുത്തത്, അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന ചോദ്യമൊക്കെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സഹായം പോലും ഇല്ലാതാകും. ഇത് തെറ്റായ പ്രഖ്യാപനമാണ്. ഇപ്പോഴും സംസ്ഥാനത്ത് പട്ടിണി ഉണ്ടെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. ഈ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ സംസ്ഥാനത്ത് എമ്പാടും പ്രചാരണം നടത്തി അത് പൊളിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. മാത്രവുമല്ല, ഇന്ന് സഭാ സമ്മേളനം ബഹിഷ്കരിച്ച് അത് മാത്രമല്ല മറ്റു പല കാരണങ്ങളുമുണ്ട്. കാരണം സഭാ സമ്മേളനം വിളിക്കുമ്പോൾ അത് മുൻകൂട്ടി അറിയിച്ചില്ല, ചർച്ച നടത്തിയില്ല, അജണ്ട മുൻകൂട്ടി അറിയിച്ചില്ല, അങ്ങനെ പരാതികളും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിനോടുള്ള വിയോജിപ്പ് കൂടിയാണ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ അധികാരത്തിലേൽക്കുന്ന ഘട്ടത്തിൽ, ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർ പ്രകടന പത്രികയിൽ നടത്തിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിറവേറ്റാൻ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നത്, 4.5 വർഷം കാത്തിരുന്നത് എന്ന ചോദ്യമടക്കം ഉയർത്തുന്നു. അതേസമയം സംസ്ഥാനത്തിന് ഏറ്റവും അഭിമാനമായ പദ്ധതി എന്ന നിലയിൽ, പ്രഖ്യാപനം എന്ന നിലയിൽ ആ രീതിയിൽ കാണുന്നുമില്ല പ്രതിപക്ഷം. വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയ സംവാദത്തിന് വഴിയൊരുക്കും. വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ ഈ വിഷയമുയർത്തി, വിമർശനമുയർത്തി മുന്നോട്ട് പോകും. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് വീണ്ടും എത്താം പരിപാടി തുടങ്ങുന്ന വേളയിൽ അവിടേക്ക്. അതോടൊപ്പം തന്നെ ഈ പ്രഖ്യാപനം അത് നമുക്ക് തത്സമയം റിപ്പോർട്ടറിലൂടെ നാട്ടിലുള്ള നമ്മുടെ എല്ലാ മലയാളികളും, നാട്ടിലും അതുപോലെ തന്നെ മറുനാട്ടിലും ഇരുന്ന് കാണുന്ന മലയാളികളുണ്ട്. അപ്പോൾ മലയാളികൾക്കെല്ലാം അഭിമാനിക്കാവുന്ന നേട്ടമാണ്. എന്നാൽ ആ നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടാതെ പോയ മനുഷ്യരുണ്ടോ, മാറ്റി നിർത്തപ്പെട്ടവരുണ്ടോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രതിപക്ഷം തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനും ഉത്തരമാവേണ്ടതുണ്ട്.